ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് സൈലത്തിന്റെ കോട്ടയം ക്യാമ്പസിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. പുതിയ ക്യാമ്പസ് നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടയത്തെ നമ്മുടെ ഒരു ഹോസ്റ്റലിലാണ്. അതായത് നമ്മുടെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ ഒരു ബോയ്സ് ഹോസ്റ്റലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ സൗകര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണം തോന്നി. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എന്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണെന്ന് അറിയുമ്പോൾ, വളരെ ക്വയറ്റ് ആയിട്ടുള്ള, സിറ്റിയിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്, എന്നാലും വളരെ ക്വയറ്റ് ആയിട്ട് മക്കൾക്ക് ഇരുന്ന് പഠിക്കാവുന്ന നല്ലൊരു എൻവയോൺമെന്റ്, വെരി ഗ്രീൻ ആൻഡ് ഭയങ്കര നല്ലൊരു ക്യാമ്പസ്, ഹോസ്റ്റൽ ക്യാമ്പസ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നല്ല സേഫ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ഹോസ്റ്റലും ഉള്ളത്. മക്കൾക്ക് എല്ലാവിധ സേഫ്റ്റിയും അതുപോലെ സെക്യൂരിറ്റിയും ഒക്കെ നമ്മുടെ ഈ ഒരു ഹോസ്റ്റലിലുണ്ട്. പ്ലസ് ഇവരുടെ മെന്റേഴ്സ് ഉണ്ട്, അതുപോലെ ഇവരുടെ ക്ലാസ് ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഇവർക്ക് ഓഫ്ലൈൻ ഉള്ള ദിവസം ക്ലാസ് ടീച്ചേഴ്സ് ഇവിടെ ഫുൾ ഡേ ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് ഡൗട്ട് ക്ലിയറൻസിനായിട്ട് ഇവിടെ ഉണ്ടാകും. സോ മക്കൾ വളരെ സെക്യൂർ ആയിട്ട് പഠിക്കുന്ന നമ്മുടെ ഹോസ്റ്റൽ എൻവയോൺമെന്റ് ആണിത്. അപ്പോൾ ഈ ഹോസ്റ്റലിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടറിയാം. ഇവിടെയുള്ള നമ്മുടെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനെയും IITiansനെയും ഒക്കെ നമുക്കൊന്ന് കണ്ട് വിശേഷങ്ങൾ ചോദിക്കാം. ശരിക്കൂടാ, ഞാൻ വെരി ഇംപ്രസ്ഡ്. ഞാൻ ബോയ്സ് ഹോസ്റ്റലിൽ പോയിട്ട് ഇത്രയും വൃത്തി എവിടെയും കണ്ടിട്ടില്ല, കാര്യമായിട്ട് പറയാ. ഇത് എഴുതി വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ആരാ എഴുതിയത്? ജന്മോദ്ദേശം ഇക്ബാൽ സാറിനെ ഒക്കെ കണ്ടായിരുന്നോ? ഉണ്ട്, നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരും. സൈലത്തില് വന്നിരിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ IITians ആണ് എല്ലാരും അല്ലെ? അപ്പോ എങ്ങനെയുണ്ട് സൈലത്തിലെ എക്സ്പീരിയൻസ്? സിസ്റ്റം നല്ല എഫക്റ്റീവ് ആണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം. സെൽഫ് സ്റ്റഡിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്ലാസ്സിലെ ടീച്ചേഴ്സിന്റെ ഡയറക്റ്റ് സപ്പോർട്ടും ഉണ്ട്. ഇതൊക്കെയാണ് സൈലത്തിന്റെ മെയിൻ അട്രാക്റ്റീവ്സ് തോന്നിയത്. ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ മറ്റേ നോക്കാനായിരുന്നു ഇരുന്നത്. പക്ഷെ ഇവിടെ ബേസ് ക്ലാസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങുന്നോണ്ട് പിന്നെ പിന്നെ ഹൈബ്രിഡ് സിസ്റ്റം ഒരു നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാന്ന് ഉള്ളതുകൊണ്ട് ബേസിക്സ് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ. നല്ലൊരു ആംബിയൻസ് ആണ്, പഠിക്കാനും എല്ലാവരും അന്തരീക്ഷമുണ്ട്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്, മെന്ററും. പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റാറുണ്ടോ? ഓക്കെ. പിന്നെ ഏതാണ് ഇഷ്ടം? ക്യാമ്പസിലുള്ള സമയമാണോ ഹോസ്റ്റലിലുള്ള സമയമാണോ? ഏറ്റവും ഒരുപോലെ. പിന്നെ ക്യാമ്പസിലും ഇപ്പം ഇത്ര ടൈം അല്ലേ ഉള്ളൂ. പിന്നെ ഹോസ്റ്റലിൽ വന്നോണ്ട് 1 ഡേ ഓൺലൈൻ ഡേ വരുമ്പോ അതും നല്ലപോലെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. എന്താ സൈലത്തിലേക്ക് തന്നെ വരാൻ കാരണം? സൈലത്തില് ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. വീട് എവിടാ മോന്റെ? ഇടുക്കി. ഓക്കെ. നിങ്ങള് +2 വലിയ ബേസ് ഒന്നും ഇല്ലാതെ വന്നവരില്ലേ? അപ്പോ അങ്ങനെയുള്ളവർക്ക്, അങ്ങനെയുള്ള ആരാ ഉള്ളത്? അതായത് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള ഒരു സ്റ്റേജിൽ വന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇപ്രാവശ്യം 98% ഒക്കെ കിട്ടിയവരില്ലേ, ഒന്നും അറിയാണ്ട് 0 വന്ന് പഠിച്ച് മേടിച്ചവരുണ്ട്. നിങ്ങളുടെ ആരുടെങ്കിലും എക്സ്പീരിയൻസ് അറിയാനായിട്ടാണ്. മോന്റെ എക്സ്പീരിയൻസ് പറ. ഇവിടെ നല്ല ക്ലാസ്സാണ്. എല്ലാ സംശയം ചോദിച്ചാൽ പറഞ്ഞുതരും. പിന്നെ ഹോസ്റ്റലിലാകുമ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനി ആയതുകൊണ്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരും. പിന്നെ മെന്ററും വാർഡനറൊക്കെ നല്ല ഇതാണ്, കണക്ഷൻ ആയിട്ടൊരു എല്ലാവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പോ നമ്മുടെ ക്യാമ്പസിലേക്ക് വരുമ്പോ നിങ്ങളെ ടീച്ചേഴ്സ് ഇങ്ങോട്ട് വരാറില്ലേ? ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വരാറില്ലേ? അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആണ്. ഇപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫോണൊന്നും ഇല്ല, നോക്കാൻ നോക്കത്തില്ല. ഇപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ ഡയറക്റ്റ് വന്ന് ഞങ്ങളോട് പറയും. ഇപ്പം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. യെസ്, ഇതുവരെ ചോദിച്ച എല്ലാ ഡൗട്ടും ക്ലിയർ ആയോ? ഓക്കെ. മോൻ ഇന്നാണോ വന്നത്? വന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല എക്സ്പീരിയൻസ്. ക്ലാസ് നല്ലതാണ്. ഹോസ്റ്റലിലാണെങ്കിലും മെന്റേഴ്സ് ആണെങ്കിലും വാർഡനാണെങ്കിലും എല്ലാ കാര്യത്തിലുള്ള സപ്പോർട്ടാണ്. പിന്നെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ ക്ലിയർ ചെയ്ത് തരും. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഓക്കെ. ക്ലാസ്സിൽ നല്ലപോലെ ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ടോ മക്കളെല്ലാരും? ഉണ്ട്. അപ്പോൾ ചോദിക്കുമ്പോ എങ്ങനെയാണ് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ റെസ്പോൺസ്? ചോദിക്കുമ്പോൾ അവരുടെ രീതിയിലെല്ലാം പറഞ്ഞു തരും. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നത്. നമ്മൾ എന്തെല്ലാം ഡൗട്ട് ചോദിച്ചാലും അവർ മടി കൂടാതെ തന്നെ പറഞ്ഞു തരും. ഓക്കെ. ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ മർദ്ദന പറഞ്ഞല്ലോ, ബേസ് ഒന്നും അറിയാഞ്ഞിട്ടാണേലും അവർ 98%-ലൊക്കെ വെച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. അതിപ്പം നമുക്കത് സാധിക്കും, എല്ലാവരും വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇതില് മെയിനായിട്ട് വരാനുള്ളത്. ഡെഫിനറ്റ്ലി. അതായത് ഞങ്ങള് ഓരോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതല്ലേ, ഒരു ബേസും ഇല്ലാതെ വരുന്ന മക്കള് ജസ്റ്റ് എഴുതി നോക്കും, പിന്നെ അഡ്വാൻസ്ഡിലേക്ക് കയറും. എന്നിട്ടും എത്രയാ 96, 97, 98, നമുക്ക് പ്രാവശ്യം 99 വരെ ഉണ്ട്. അപ്പം അത്രയൊക്കെ മേടിച്ച കുട്ടികളുണ്ട്. ഇപ്പോഴും മാം ഇന്റർവ്യൂ ചെയ്തിരുന്നു കോഴിക്കോട് നമ്മുടെ
ആൾക്കാരൊക്കെ വന്നപ്പോൾ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ബേസിക് മുതൽ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വേണ്ടത് എന്താന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നീറ്റ് ജെയ്ക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് എന്താ? നമ്മളെ ബെസ്റ്റ് ചെയ്യുക, നമുക്ക് പറ്റുന്ന അത്രയും മാക്സിമം നോക്കുക. അത് ഗോള് മനസ്സിലുണ്ടെങ്കിൽ അത് എത്തിച്ചേരാനുള്ള ട്രെയിനിങ് അവർ തരുന്നുണ്ട്. അത് അച്ചീവ് ചെയ്യാനുള്ള സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. അത് നല്ല കാര്യമാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തിലാ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയാമോ? പഠിക്കുമ്പോ മെയിൻലി ടെക്സ്റ്റ് ശരിക്കും വായിക്കുക, പിന്നെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കി എടുക്കുക. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ സാർമാർ ടീച്ചർ ശരിക്കും പറഞ്ഞൊക്കെ തരും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അത് ശരിക്കും ചെയ്തു പഠിച്ചു കഴിഞ്ഞാൽ എത്ര നമ്മൾ ചെയ്യണോ അത്രമാത്രം നമുക്കത് എളുപ്പമാകും. ഓക്കെ, പരീക്ഷ ആകുമ്പോഴത്തേക്ക്. ഓക്കെ, അതായത് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ പ്രാക്ടീസ് ആണ്, അല്ലെ? അതായത് നമ്മൾ കുറേ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എഴുതാൻ പോകുന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അല്ലല്ലോ, ആണോ? ഒബ്ജക്റ്റീവ് പേപ്പർ ആണ്. ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയില്ലേ? അപ്പോൾ നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ട് എത്ര ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു, അതാണ് നമുക്ക് നമ്മുടെ മാർക്ക് തരുന്നത്, സ്കോർ തരുന്നത്, അല്ലെ? അപ്പൊ ഇതിൽ സ്കോർ ചെയ്യാൻ കുറെ തിയറിയോ കുറെ കാര്യങ്ങൾ നമ്മൾ മനഃപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല. കോൺസെപ്റ്റ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ വേണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് ഫോർമുല ഏത് തിയറമാണ് നമുക്ക് റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റണം. ക്വിക്ക് ആയിട്ട് കാൽക്കുലേഷൻസ് കുറേയൊക്കെ മനസ്സിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൈൻഡ് കാൽക്കുലേഷൻസ്. ട്രൈ ചെയ്യാറുണ്ടോ? മൈൻഡ് കാൽക്കുലേഷൻ ട്രൈ ചെയ്യാറുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാറുണ്ടോ? നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യുന്നത് എന്താ? ചെറിയൊരു അഡീഷൻ ആണെങ്കിൽ പോലും, ഒരു കടയിൽ പോയിട്ട് സാധനം മേടിച്ച പോലും നമ്മൾ ഫോൺ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കല്ലേ ചെയ്യുക. മൈൻഡ് കാൽക്കുലേഷൻസ് ട്രൈ ചെയ്യാറുണ്ടോ മക്കള്? ട്രൈ ചെയ്യാറുണ്ട്. നമുക്ക് എന്താ എങ്ങനെ നെഗറ്റീവ് മാർക്ക് വരുന്നത്? തെറ്റായ ആൻസേഴ്സ് ചെയ്യുമ്പോൾ, തെറ്റിപ്പോകുമ്പോ, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുമ്പോ. അപ്പൊ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? തെറ്റിപ്പോകുമ്പോ എന്താ ചെയ്യണ്ടേ? ആൻസർ ചെയ്ത് അറിയില്ലെങ്കിൽ ആൻസർ ചെയ്യാതിരിക്കുക, അതൊരു കാര്യം. സപ്പോസ് നമ്മൾ തെറ്റിപ്പോയി, നമ്മൾ ഒരു എക്സാം എഴുതുകയാണ്, ഒരു മോക്ക് ടെസ്റ്റ് എഴുതുകയാണ്, നമുക്ക് തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒരു മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യും. അത് ചെയ്യുന്ന എത്ര മക്കളുണ്ട്? മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യാറ്. നിങ്ങളിപ്പോ എത്ര പരീക്ഷ എഴുതിയിട്ടില്ലല്ലോ, മോക്ക് ടെസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ വരും, ഒരുപാട് മക്കൾ എഴുതും. നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരു 5000-ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യും നമ്മളുടെ എല്ലാ റിവിഷൻ പ്ലാനും കഴിയുമ്പോൾ. കാരണം നമുക്ക് XPL ഉണ്ടായിരുന്നു, LMRP ഉണ്ടായിരുന്നു, നീറ്റിനാണെങ്കിൽ അത് തന്നെ JEE-ക്കും വരും. അപ്പോൾ 5000-ഓളം എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും ഇത്രയധികം ഫുൾ സിലബസ് റിവിഷൻ കിട്ടുന്നുണ്ടെന്ന്. കാരണം ഓൾറെഡി നിങ്ങൾ ഫുൾ സിലബസ് മുഴുവൻ പഠിക്കും. അതിന് കൂടെ നമ്മൾ LMRP എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടത്തും. നിങ്ങൾക്ക് എല്ലാ റിവിഷൻ ക്ലാസ്സും കിട്ടും, ക്വസ്റ്റ്യൻസും ചെയ്യും. പ്ലസ് XPL-ന്റെ 1.0 ഉണ്ട്, 2.0 ഉണ്ട്, അതും റിവിഷൻ സെഷൻ ആണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് മാരത്തോൺ ക്വസ്റ്റ്യൻ മാത്രം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയധികം ക്വസ്റ്റ്യൻസ് മക്കൾ ചെയ്യുന്നുണ്ട്, അതൊരു കാര്യം. പിന്നെ ഈ എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരുമ്പോൾ അടുത്ത എക്സാമിൽ നമ്മളെ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? നമ്മൾ മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. അതിന് ചെയ്യേണ്ടത് മിസ്റ്റേക്ക് അനാലിസിസ് എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പൊ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്താൽ വളരെ നല്ലതാണ്. മാം പറയുന്ന എല്ലാവരും ഒന്ന് കേൾക്കോ, ശ്രദ്ധിക്കോ? യെസ്, പ്ലീസ് ട്രൈ ദിസ്. ഒരു മിസ്റ്റേക്ക് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഓൾറെഡി ആരെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? മിസ്റ്റേക്ക് ബുക്ക് ആരെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം? ചെയ്യുക. ടോപ്പേഴ്സ് ചെയ്തിട്ടുള്ള കാര്യമാണ്, അവർക്ക് വർക്ക്ഔട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് മിസ് പറഞ്ഞിരുന്നത്. സപ്പോസ് മക്കൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, ഓക്കെ, ഒരു മോക്ക് ടെസ്റ്റ് എഴുതി, അതില് കുറെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ എന്താ യൂഷ്വലി ചെയ്യുന്നത്? ജസ്റ്റ് ഇത് തെറ്റിപ്പോയി, ഇതായിരുന്നു കാരണം, അതവിടെ വിടും അല്ലെ? പക്ഷെ നമ്മൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് നമ്മൾ മിസ്റ്റേക്ക് ബുക്കിൽ എഴുതി വെക്കും. കുറേ 10 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ ആ 10 ക്വസ്റ്റ്യനും എഴുതുക. എന്ത് റീസൺ കൊണ്ടാണ് അത് എനിക്ക് തെറ്റിപ്പോയത്? ചിലർക്ക് ആ റീസൺ അവിടെ എഴുതി വെക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ, അതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? ഫോർമുല മറന്നുപോയി, അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറിയില്ലായിരുന്നു, NCERT നോക്കിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത ടോപ്പിക് ആയിരുന്നു, റീകോൾ ചെയ്യാൻ പറ്റിയില്ല, എന്തോ റീസൺ ആണോ അത് അവിടെ എഴുതി വെക്കും. ഓക്കെ, അല്ലെങ്കിൽ ഓവർ കോൺഫിഡന്റ് ആയിരുന്നു, എന്താണെങ്കിലും. എന്നിട്ട് നമ്മൾ ഓരോ എക്സാമിന് പോകുന്നതിന് മുമ്പും നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് നോക്കേണ്ട റിവിഷൻ മെറ്റീരിയൽ ആണ് നിങ്ങളുടെ ഈ മിസ്റ്റേക്ക് ബുക്ക്. സീരിയസ്ലി ഐം ടെലിങ് യു, ഇത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവും. ഓക്കെ, ഓരോ മോക്കിന് പോകുന്നതിന് മുമ്പ് മിസ്റ്റേക്ക് ബുക്ക് ഒന്ന് മറിച്ച് നോക്കിയിട്ട് പോകും. നിങ്ങളെല്ലാം പഠിച്ച് ചെയ്തിട്ടാണ് പോവുക, ലാസ്റ്റ് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആ മിസ്റ്റേക്ക് ബുക്ക് നോക്കുക. കാരണം നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് സ്കോർ ചെയ്തൂടെ? യെസ്. അപ്പൊ എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, എനിക്ക് ഇത്ര സ്കോർ വേണം, എനിക്ക് ഇന്ന കോളേജിൽ പോകണം എന്നുള്ള ഒരു ഗോൾ ഉണ്ടാവുമല്ലോ.
അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മളുടെ ഈ സ്മാർട്ട് പ്രിപ്പറേഷൻ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരിക്കലും നമ്മൾ കുറേ തിയറി പഠിച്ചിട്ടോ കുറേ കാര്യം പഠിച്ച് ഞാൻ 1000 ക്വസ്റ്റ്യൻ ചെയ്തു, അതൊന്നും അല്ല കാര്യം. നിങ്ങൾ എത്ര കറക്റ്റായി അക്യുറേറ്റ് ആയി ആൻസർ ചെയ്യുന്നു, എത്ര ഷോർട്ട് ടൈമിൽ നിങ്ങൾ അത് ചെയ്യുന്നു, ആൻഡ് നിങ്ങൾ മിസ്റ്റേക്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു, ഇതാണ് നിങ്ങൾക്ക് മാർക്ക് മേടിച്ചു തരിക. ഓക്കെ, അപ്പോൾ മക്കൾ ഇത് ട്രൈ ചെയ്യോ. മിസ്റ്റേക്ക് അനാലിസിസ് എല്ലാവരും ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഹാഫ് സിലബസ് ഉണ്ടാകും, ഫുൾ സിലബസ് ഉണ്ടാകും, ഒരുപാട് ടെസ്റ്റുകൾ മക്കൾ എഴുതും. ഓക്കെ, 10-50ഓളം ടെസ്റ്റുകൾ നിങ്ങൾ എഴുതും. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി മിസ്റ്റേക്ക് ബുക്ക് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. അതായിരിക്കണം നിങ്ങളുടെ ഫൈനൽ റിവിഷൻ മെറ്റീരിയൽ. അത് നോക്കിയിട്ട് പോകും. അപ്പൊ നമ്മൾ തെറ്റുകളൊന്നും ആവർത്തിക്കുക. ഇത് ട്രൈ ചെയ്യോ എല്ലാവരും? യെസ്. ഇനി ഞാൻ വരുമ്പം എല്ലാവരുടെ ടേബിളിലും നോക്കും. സൈലത്തിലുള്ള ഒരു ബെനിഫിറ്റ് ആണ്, എനിക്കറിയില്ല മറ്റു സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്തവർക്ക് അറിയായിരിക്കും. നിങ്ങളെ പഠിപ്പിക്കുന്ന ഒറ്റ ടീച്ചറല്ല, എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ എല്ലാ കോൺസെപ്റ്റ്സും പഠിപ്പിക്കും അല്ലെ. അതായത് നിങ്ങൾക്ക് ഹൈബ്രിഡ് സിസ്റ്റത്തിലുള്ള ഒരു ബെനിഫിറ്റ് ആണ്, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സും ഉണ്ടാവും, ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ ഓൺലൈനിലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടും മാരത്തോണിലൊക്കെ അവർ വരും. ഓഫ്ലൈൻ ടീച്ചേഴ്സ് നിങ്ങളെ പഠിക്കും. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത് മോനെ? ഇപ്പം ബേസിക്സ് ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഒരുവിധം ടോപ്പിക്സ്, അതായത് ഇപ്പം ബേസിക്സ് ഒരു ഫണ്ടമെന്റൽ ഒരു അഡീഷൻ സബ്ട്രാക്ഷൻ അവിടെ മുതൽ തുടങ്ങുകയാണ്. അപ്പം അത് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസും പിന്നെ DPPയിലെ ക്വസ്റ്റ്യൻസും ചെയ്താണ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടാണ് ക്ലാസ്സിലോട്ട് പോകുന്നത്. അപ്പം അവിടെ വരുമ്പോഴും ആ സാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് ഓരോ പ്രോബ്ലംസും ചെയ്തു തരും. പ്രോബ്ലംസ് ആണ് കൂടുതൽ അതിലുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഡൗട്ട് തോന്നിയാലും വേണ്ടി ചോദിച്ചാൽ അതൊന്നുകൂടെ പറഞ്ഞുതരാം. അതിലൊന്നും പ്രശ്നമില്ല. എല്ലാം നല്ലപോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കി തരും. ആ ഒരു ബേസിക്സ് ഇപ്പം പഠിച്ചതിലൂടെ അത്ര തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്, എനിക്ക് പറ്റുന്നുണ്ട്, എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. ആ കോൺഫിഡൻസ് വേണം കേട്ടോ മക്കൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചാലാണോ മനസ്സിലാവുക. ചിലപ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ചില ടീച്ചേഴ്സിന് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ചില ടീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് കുറെ പ്രാവശ്യം കേട്ടാലും ചിലപ്പോൾ ക്ലിയർ ആവില്ല അല്ലെ. അപ്പൊ അത് മക്കളൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫ്ലൈനിലോ ഓൺലൈനിലോ ആര് പഠിപ്പിച്ചാലാണോ മനസ്സിലാവുക, ആ ടീച്ചേഴ്സിന്റെ വീഡിയോസ് കൂടുതൽ കാണാം. ഓക്കെ, അൾട്ടിമേറ്റ്ലി ആര് പഠിപ്പിച്ചാലും മക്കൾ പഠിക്കണം അല്ലെ. എൻഡ് ഓഫ് ദി ഡേ അതാണ് നമ്മുടെ ഗോൾ. നമുക്ക് നല്ല രീതിയിൽ എക്സാം ക്ലിയർ ചെയ്യണം, നമുക്ക് നല്ല സ്കോർ വേണം. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അല്ലാണ്ട് ഞാനിപ്പം ഡൗട്ട് ചോദിച്ചില്ലെങ്കിൽ ആ സാറിന് വിഷമമായാലോ, അല്ലെങ്കിൽ ഞാൻ കുറേ ഡൗട്ട് ചോദിച്ചാൽ ഈ മിസ്സിന് വിഷമമായാലോ, അങ്ങനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ടീച്ചേഴ്സ് ഇവിടെ ഉള്ളത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ ആര് പറഞ്ഞു തന്നാലാണോ നിങ്ങൾക്ക് മനസ്സിലാവുക, അവരെ അപ്രോച്ച് ചെയ്യുക. എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ, എത്ര ഡൗട്ട് വേണമെങ്കിലും ചോദിച്ചോളൂ. ആരും മക്കൾക്ക് പറഞ്ഞു തരാണ്ടിരിക്കില്ല. ഓക്കെ, സോ പ്ലീസ് ഡു ദിസ് ഓൾസോ. സോ മാമിനോട് പ്രോമിസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഒന്ന് മിസ്റ്റേക്ക് ബുക്ക് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യോ. ഞാനിവിടെ തിരിച്ചു വരും, ഞാൻ ചോദിക്കും മിസ്റ്റേക്ക് ബുക്കൊക്കെ, അപ്പൊ എനിക്ക് കാണിച്ചു തരണം എല്ലാവരും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാ ടീച്ചേഴ്സിനെയും ആക്സസ് ചെയ്ത് നമ്മൾ ഡൗട്ട്സ് ചോദിക്കും. ആസ് നമുക്ക് ആരും പഠിപ്പിച്ചാലാണോ മനസ്സിലാവും, അതിനൊന്നും മടിയൊന്നും കാണിക്കരുത്. ഞങ്ങളെല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണുള്ളത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സില്ലി ഡൗട്ട് ആണെങ്കിൽ പോലും ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ നമ്മള്? ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡൻസ് ഉണ്ട്, ഹോസ്റ്റൽ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ അതുപോലെ മെന്റേഴ്സ് ഉണ്ട്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാൻ പോട്ടെ. ബൈ.